ഹലോ. അപ്പോൾ ഇന്ന് ഒരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിവിൻ പോളി, ഡിജോ ജോസ് കൂട്ടുകെട്ടിന്റെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ. സിനിമ കണ്ടത് തിരുവനന്തപുരത്ത് കലാഭവൻ തിയേറ്ററിലാണ്. സിനിമയുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആ തിയേറ്ററിനെ പറ്റി പറയണം. കലാഭവൻ നല്ല കിടിലൻ തിയേറ്ററും നല്ല ആംബിയൻസ് ഉള്ള ഒരു തിയേറ്ററുമായിരുന്നു. ഇപ്പോഴും ആംബിയൻസിനൊന്നും വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. സ്ക്രീനൊക്കെ അത്ര ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഭയങ്കര മോശം സ്മെല്ലായിരുന്നു അവിടെ. ടമോ എന്തൊരു സ്മെല്ലായിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നവരൊക്കെ സഹിച്ചിരുന്നിട്ടാന്ന് തോന്നുന്നു സിനിമ കാണുന്നത്. അതുപോലെ സ്മെല്ല്. അത് ക്ലീൻ ചെയ്തൊന്നും മാനേജ് ചെയ്യുന്നില്ല. അതെനിക്ക് എന്തോ അവർ അത് നന്നായിട്ട് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി സിനിമയെ പറ്റി പറയാം. സിനിമയെ പറ്റി പറയുമ്പോൾ ഇത്രയും ബാഡ് സ്മെല്ലും ഇത്രയും നാറിയ അവസ്ഥയിൽ ഇരുന്നിട്ട് കണ്ടിട്ടും എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയാണ്. കിടിലമായിട്ട് ബിജിഎം ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയ് പിന്നെ നമ്മൾ അങ്ങനെ വാനോളം പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഗംഭീരമായിട്ട് സാധനം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിൽ എവിടെയൊക്കെ നമുക്ക് ഹൈ വരണോ, എവിടെയൊക്കെ നമ്മൾ കിടിലോസ്കി ആവണോ, ആ സമയത്തെല്ലാം കൃത്യമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി ആയാലും ധ്യാന ആയാലും സലീമേട്ടനായാലും എല്ലാവരും അവരവരുടെ റോള് മനോഹരമായി ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു സാധാരണ അവർ പറഞ്ഞ പോലെ അവർ പ്രൊമോഷനിലൊക്കെ പറഞ്ഞ പോലെ ഒരു സാധാരണ മലയാളിയുടെ കഥയാണ്. ഒരു ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന മലയാളിയുടെ അയാളുടെ ട്രാവലാണ്. അയാൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും അയാളുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ കാണിച്ച് നല്ല ഗംഭീരമായിട്ട് അവസാനിച്ച ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. എന്തുകൊണ്ടാണ് അവർ ഇന്റർവ്യൂസിലൊന്നും വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാഞ്ഞതും അല്ലെങ്കിൽ ഒത്തിരി ആളെ കൊണ്ടുവന്ന് അത് ചെയ്യിക്കാഞ്ഞതെന്നൊക്കെ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൻ്റെ ആവശ്യമില്ല. സിനിമ മലയാളി അവർ പറഞ്ഞ പോലെ ഡിജോ പറഞ്ഞതുപോലെ മലയാളി സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മലയാളിക്ക് അഭിമാനത്തോടെ ഇറങ്ങിപ്പോരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു അവരുടെ ക്യാപ്ഷൻ. ഡിജോ പറഞ്ഞ ക്യാപ്ഷനും അതായിരുന്നു. എനിക്ക് ശരിക്കും സിനിമ തീർന്നപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ സിനിമയെ കണ്ടിട്ട് ഇറങ്ങിയത്. കാര്യം അതിനുള്ളൊരു വക അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഈ ട്രെയിലർ കണ്ട സമയത്ത് നല്ല കോമഡിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ടീസർ വന്നപ്പോഴാണ് മനസ്സിലായത് കോമഡി സിനിമയല്ല, അതിൽ സംതിങ് സ്പെഷ്യൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ആ ടീസർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ ആ തിയേറ്ററിൽ പോയി കാണുന്നത്. പക്ഷേ എങ്കിലും ഞാൻ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഇവരുടെ ആ ഒരു നിവിന്റെ സേഫ് സോൺ സാധനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അത് കുറേയൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊന്നും എനിക്ക് അത്ര വർക്കായില്ല കോമഡി. പക്ഷേ ബാക്കിയെല്ലാം കിടിലമായിട്ട് വർക്കായി. എന്താ പറയാ, നിവിൻ പൂണ്ട് വിളയാടുക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുള്ളിക്ക് അങ്ങനെ നിന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമുള്ള സ്ഥലങ്ങളിലൊക്കെ പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നാട്ടും പ്രദേശവും കാര്യങ്ങളും അവിടുത്തെ ഇഷ്യൂസും ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് ഷിഫ്റ്റ് ആയിട്ട് കുറച്ച് സീരിയസ് ഒരു സാധനം കാണിക്കുന്നു, സീരിയസ് സംഭവങ്ങളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരു ഷിഫ്റ്റ്, ഒരു ജമ്മിങ് ഫീൽ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേങ്കിൽ അവിടെ നിന്ന് അടുത്ത ഷിഫ്റ്റിലേക്ക് പോയിട്ട് വേറൊരു ടെറൈനിൽ പോയി കഥ പറയുന്നു. ആ ടെറൈൻ, അതായത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ പോർഷൻ, അത് ഭയങ്കര ടച്ചിങ് സാധനമായിരുന്നു. അവിടെ പെർഫോം ചെയ്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ പേര് എനിക്കറിയില്ല, പേര് ഞാൻ സെർച്ച് ചെയ്തതിന് കിട്ടിയില്ല. അപ്പോൾ ആളുടെ പെർഫോമൻസ്, ആള് പറയുന്ന കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്, പുള്ളിയുടെ ഒന്ന് രണ്ട് സാധനം, ശരിക്കും പറഞ്ഞ തിയേറ്റർ ഭയങ്കര ക്ലാപ്പായിരുന്നു. എല്ലാവരും കൈയടിച്ചു. അത്രയും മനോഹരമായിട്ടാണ് ആ ഡയലോഗ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് എടുത്ത് പറയണം. ആ മനുഷ്യൻ ആരാന്നില്ല, എനിക്ക് പുള്ളിയുടെ പേര് അറിയത്തില്ല. ഒന്നുകൂടെ പറയുന്നത്, എനിക്ക് ആ മനുഷ്യൻ്റെ പേര് അറിയത്തില്ല. പുള്ളി ആരായാലും, പുള്ളി എവിടെയുള്ള ആളാണെങ്കിലും പുള്ളി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ റിലീസായി ഇനിയിപ്പം പുള്ളിയെ ഇന്റർവ്യൂവിലൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നത് നന്നായിരിക്കും. കാരണം പുള്ളി മനോഹരമായി ചെയ്ത് ഒരുപാട് കയ്യടി കിട്ടേണ്ട ഒരു മുതലാണത്. നല്ല പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ വരുന്നത്. പുള്ളി അതിന് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല, കാര്യം അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ നിവിൻ പോളിയുടെ കാര്യം കൂടെ എടുത്ത് ഒരു കാര്യം കൂടെ പറയണം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നിവിൻ പോളിയും ഈ പറയുന്ന ആക്ടർ മാത്രമേ ഉള്ളൂ. പല സീൻസിലും സ്ക്രീനിൽ ഇവരേ ഉള്ളൂ. അവിടെ നിവിൻ പോളി മനോഹരമായിട്ട് പെർഫോം ചെയ്ത് നമ്മളെ പിടിച്ചിരുന്നുണ്ട്. പിന്നെ ആ പുള്ളി അത് എടുത്ത് പറയുന്നില്ല, അത് അടിപൊളിയായിരുന്നു. നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. പുള്ളിയുടെ പണ്ടത്തെ കുറെ കുറുമ്പുകളും കുസൃതികളും പുള്ളിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കോമഡിയുടെ കുറേ വശങ്ങളൊക്കെ ഇല്ല. അതൊക്കെ സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ഒക്കെ ആയിട്ട് ടോട്ടലി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലെ കുറേ കോമഡികളൊക്കെ നന്നായിട്ട് തിയേറ്ററിലൊക്കെ ഭയങ്കര പൊട്ടിച്ചിരി അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമുക്ക് ഒന്ന് സന്തോഷം തോന്നി ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതിന്റെ പിന്നാലെ ഇനി എന്തൊക്കെ കേസുകൾ വരുമെന്നൊക്കെ ഉള്ള ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം പല പാർട്ടിക്കാർക്കും, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒക്കെ കൊള്ളുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ജാതി മത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് ചിലപ്പം ഇവിടെ ആർക്കെങ്കിലും ഒക്കെ കൊള്ളുമായിരിക്കാം. എന്തായാലും അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പലവട്ടം ആലോചിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും ഇന്നത്തെ സൊസൈറ്റിയിൽ ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെയാണ് സിനിമയിലും കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
മതമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, ഇതെല്ലാം അവർ നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവട്ടെ, ആ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ സിനിമയാണ്. കാര്യം ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിൽ ഈ പറയുന്ന നിവിൻ പോളിയുടെ നല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് നല്ലൊരു സിനിമ, നല്ല മനോഹരമായ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് വരാം. ഒരിക്കലും നിങ്ങൾ OTT വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് OTT കണ്ടിട്ട് അയ്യോ ഇപ്പം എനിക്ക് വർക്കായില്ല, ഇപ്പോൾ പ്രേമലും ഒക്കെ കണ്ട പല ആൾക്കാരും ഇപ്പോൾ OTT കണ്ടിട്ട് പറയുന്നു വർക്കാവുന്നില്ല, എന്തുവാടെ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തിയേറ്ററിൽ ക്രൗഡിൻ്റെ കൂടെ വലിയ ആംബിയൻസിൽ എല്ലാവരും ചിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും നമ്മളും ആസ്വദിച്ച് അങ്ങനെ കാണുന്ന ഒരു മൂഡ് ഒരിക്കലും ഒരു ഫോണിൽ OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് OTT വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നിവിൻ പോളിയുടെ ഗംഭീരമായ ഒരു സിനിമയാണ്. നല്ല എന്താ പറയുക, നല്ലൊരു മലയാളിത്തമുള്ള സിനിമയാണ്. മലയാളിക്ക് അഭിമാനത്തോടുകൂടി സിനിമ കണ്ടിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നിവിൻ പോളി ഈസ് ബാക്ക്. ബൈ.